കാർഷികവൃത്തിയുടെ അടിസ്ഥാന ഘടകമാണ് ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും. പാരിസ്ഥിതിക ഘടകങ്ങളിലെ പ്രത്യേകതകൾ കൊണ്ടും പ്രാദേശികമായ അനുകൂല സാഹചര്യങ്ങൾ കൊണ്ടും ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിത്തിനങ്ങളും കൃഷിരീതികളും പണ്ട് മുതലേ നമ്മൾ സ്വീകരിച്ചു പോന്നിരുന്നു. കാലാകാലങ്ങളായി കർഷകർ കൈമാറ്റം ചെയ്തും പരിപാലിച്ചും പോരുന്ന വിത്തുകളുടെ സംരക്ഷണം നമ്മളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. പരമ്പരാഗത വിത്തിനങ്ങൾ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന സംഭാവനകൾ വളരെ വലുതുമാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കാൻ പ്രാപ്തമായ പരമ്പരാഗത വിത്തിനങ്ങൾ കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഒരു മുതൽക്കൂട്ടാണ്. ഓരോ പരമ്പരാഗത വിത്തിനവും പ്രത്യേക ജനിതക സവിശേഷതകളാൽ സമ്പന്നവുമാണ്. കർഷകർക്കിടയിൽ പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷണത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനും കർഷക കൂട്ടായ്മകളിലൂടെ പരമ്പരാഗത വിത്തുകൾ കൈമാറിയും വിത്ത് ബാങ്കുകൾ സ്ഥാപിച്ചും പരമ്പരാഗത വിത്തിനങ്ങളെ കൂടുതൽ അടുത്തറിയേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ വലുതാണ് എന്ന് കൃഷി വകുപ്പ് കണക്കുകൂട്ടുന്നു. ഓരോ കർഷകനും ഭാവി തലമുറയ്ക്കായി പരമ്പരാഗത വിത്തുകളെന്ന ഈ അമൂല്യ സമ്പത്തിൻ്റെ സംരക്ഷകർ ആയി മാറേണ്ടതുണ്ട്. ഓണാട്ടുകര എള്ള്, വട്ടവട വെളുത്തുള്ളി, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, പാലക്കാടൻ മട്ട, ജീരകശാല നെല്ല്, ഗന്ധകശാല നെല്ല്, കൈപ്പാട് നെല്ല്, കുറ്റ്യാട്ടൂർ മാങ്ങ, വാഴക്കുളം കൈതച്ചക്ക, ചങ്ങാളിക്കോടൻ വാഴ, അട്ടപ്പാടി ആട്ടുകൊമ്പ്, അമര തുടങ്ങി ഭൗമസൂചിക പദവി ലഭിച്ച കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം പരമ്പരാഗത വിത്തിനങ്ങളിലൂടെ സംരക്ഷിച്ചവയാണ്, അന്തർദേശീയ ശ്രദ്ധ നേടിയെടുത്തവയുമാണ്. പരമ്പരാഗത വിത്തിനങ്ങളുടെ സംരക്ഷണവും പ്രചരണവും ഉറപ്പാക്കുന്നതിനായി 2025 ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വെച്ച് സംസ്ഥാനതല പരമ്പരാഗത വിത്തുത്സവം സംഘടിപ്പിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് പരമ്പരാഗത വിത്തിനങ്ങളുടെ പ്രദർശനവും കൈമാറ്റവും, പരമ്പരാഗത വിത്ത് സംരക്ഷിക്കുന്ന കർഷകരുടെ അനുഭവം പങ്കുവയ്ക്കലും സെമിനാറുകളും നടത്തപ്പെടുന്നു. വനംവകുപ്പിൻ്റെ ജില്ലാ എക്കോ ഷോപ്പുകളുടെ ഉൽപ്പന്ന പ്രദർശനവും മൂന്നാറിലെ ഗോത്ര സമൂഹങ്ങൾ കാഴ്ചവെക്കുന്ന പരമ്പരാഗത ഭക്ഷ്യമേളയും ഈ വിത്ത് മേളയോടൊപ്പം ഉണ്ടായിരിക്കുന്നവയാണ്. 3 ദിവസങ്ങളെ നടക്കുന്ന വിത്ത് ഉത്സവത്തിൽ ജനപ്രതിനിധികൾ, കാർഷിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവരെല്ലാം പങ്കെടുക്കുന്നു. ഈ പരിപാടിയിലേക്ക് ഏവരുടെയും മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അത്യുൽപാദന ശേഷിയുള്ളവയും സങ്കര ഇനത്തിൽപ്പെട്ടതുമായ നിരവധി വിത്തിനങ്ങളെ ശാസ്ത്രം സംഭാവന ചെയ്തിട്ടുണ്ട്. ഉൽപാദനം വർദ്ധിപ്പിക്കുക, ഉൽപാദനക്ഷമത കൂട്ടുക എന്നുള്ളതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയും ആയിരുന്നു. അപ്പോഴും നമുക്ക് പരമ്പരാഗതമായ വിത്തിനങ്ങളുടെ മേന്മയും ഗുണവും പ്രത്യേകതയും ഒന്നും അവഗണിക്കാൻ പറ്റുകയില്ല. പരമ്പരാഗത വിത്തിനങ്ങളുടെ ഗുണമേന്മയും പ്രത്യേകതയുമെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അവയുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ വിത്തുത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 2025 വിത്തുത്സവത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി 22, 23, 24 തീയതികളിൽ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി വൈവിധ്യങ്ങളാർന്ന സെമിനാറുകൾ കൊണ്ട്, ചർച്ചകൾ കൊണ്ട്, പ്രദർശനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എന്ന കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയട്ടെ. ആദിവാസി ജനതയുടെ ഭക്ഷണ രീതികൾ, അവർ അവതരിപ്പിക്കുന്ന ഏറ്റവും ഗുണമേന്മയേറിയ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും ഭക്ഷ്യമേളയുമെല്ലാം ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.